ഇതിനെ പ്രാക്ടിക്കലി ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാം. ചില ആൾക്കാർ പറയാറില്ലേ, എനിക്ക് എപ്പോഴും ശരീരത്തിന് ഒരു ചൂടാണ്. ഈ ചൂട് കൂടാനുള്ള ഒരു റീസൺ ഈ ഫാറ്റ് സെല്ല് ബ്രൗൺ നിറത്തിലുള്ളത് കൂടുതലായിരിക്കാം. എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഡിപ്പോസ് ടിഷ്യൂന്റെ ഫംഗ്ഷൻ, പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സ്റ്റോറേജ്, നമ്മുടെ ഊർജ്ജം സ്റ്റോർ ചെയ്ത് വയ്ക്കുക, സിസ്റ്റം, നമ്മുടെ ഹോർമോൺ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ഹോർമോൺസ് ഇതുവരെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, ചില ഹോർമോൺസ് ഉണ്ടാക്കാനുള്ള ഉത്തേജനം കൊടുക്കുന്നുണ്ട്. ഈ കോശങ്ങൾക്കകത്ത് ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ ഫാറ്റിന്റെ സ്റ്റോറേജ് വലുതായി വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് സ്റ്റോറേജ് നടക്കും, നമ്മുടെ വെയിറ്റ് കൂടും, അതുപോലെ തന്നെ നമ്മളെ കാണാൻ ബൾക്കി ആയിട്ടുണ്ടാവും. ഇവിടെ ഈ വിസറൽ ഫാറ്റിൽ കൂടുതലും ഉള്ളത് എന്ത് തരത്തിലുള്ള ഫാറ്റാണ്? വൈറ്റ് ആണ്. ഈ വൈറ്റ് ഫാറ്റിൽ മൈറ്റോകോൺട്രിയയുടെ അളവ് കുറവാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതിനെ സ്വന്തമായിട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കുറവാണ്. ഇങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ വിസറൽ ഫാറ്റ് ഉള്ള ഒരാളില് അതിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കാനുള്ള ക്ഷമത കുറയും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ആരോഗ്യകരമായ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൈറ്റ് ഫാറ്റിനെ മാറ്റിയിട്ട് കൂടുതൽ ബ്രൗൺ ഫാറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ വയറിന്റെ ഭാഗത്തുള്ള ഫാറ്റിന്റെ അളവ് കുറക്കുക എന്നുള്ളത്. ഇത് രണ്ടും നമ്മളെ എങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് പ്രധാനപ്പെട്ട പോയിന്റ്. എന്താണ് ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് എൻ്റെ വയറ് എന്തുകൊണ്ടാണ് ചാടുന്നത്. പല ആൾക്കാരും പോലും മനസ്സിനുള്ളിൽ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാൻറ്റൊക്കെ ഒന്ന് ടൈറ്റായി വരുന്നു, അതുപോലെ തന്നെ വയറ് ഒന്ന് മുന്നോട്ട് ചാടി തുടങ്ങിയിട്ടുണ്ട്, ഇതിനെ ഒന്ന് അകത്തേക്ക് പിടിച്ചിടാൻ വേണ്ടിയിട്ട് ബെൽറ്റ് ഒന്ന് ടൈറ്റ് ആക്കേണ്ടി വരും, ഫോട്ടോ എടുക്കുമ്പോഴെങ്കിലും ഒന്ന് ശ്വാസം പിടിച്ച് നിൽക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. സോ ഈ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളൊന്ന് അറിയാം. ഓക്കെ, വയറ് ചാടുന്നത് കൊണ്ട് നമുക്ക് പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ജസ്റ്റ് കാണാൻ മാത്രം അല്ലാതെ, ലുക്കിൽ മാത്രം അല്ലാതെ നമ്മുടെ ഉള്ളിലും അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ സയൻസ് അല്പമെങ്കിലും അറിയുന്നത് നല്ലതാണ്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന പല കോമ്പണൻസിൽ ഒന്ന് മാത്രമാണ് കൊഴുപ്പ്, അല്ലെ? ഈ കൊഴുപ്പ് കൂടാതെ പലരും ഇപ്പം വെയിറ്റ് കുറയ്ക്കാൻ വരുമ്പോഴാണ് പൊതുവെ നമ്മൾ ബോഡി കോമ്പോസിഷൻ അല്ലെങ്കിൽ BMI, ബോഡി മാസ് ഇൻഡെക്സിനെ പറ്റിയൊക്കെ നമ്മൾ കുറച്ചുകൂടി ബോധവാനാവുന്നത്. ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മസിൽസ് എല്ലാവരിലും ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഫാറ്റ്. കൊഴുപ്പ് അത്യാവശ്യമാണ് ശരീരത്തിൽ. അതിൽ തന്നെ കൊഴുപ്പിന് പല വകഭേദങ്ങളും ഉണ്ട്. എസെൻഷ്യൽ ഫാറ്റും ഉണ്ട്, നോൺ എസെൻഷ്യൽ ഫാറ്റും ഉണ്ട്. അതുപോലെ തന്നെ എല്ലുകളുണ്ട്, പല ഓർഗൻസും അവയവ വ്യവസ്ഥ തന്നെയുണ്ട്, അല്ലെ? ഇത് കൂടാതെ വെള്ളം. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷനിൽ നമ്മുടെ ബോഡി കമ്പോസിഷൻ ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജസ്റ്റ് ആ BMI മാത്രമല്ലാതെ ബോഡി കമ്പോസിഷൻ ആണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആവശ്യം വരിക. കാരണം മസിൽ കൂടിയ ഒരാളില്, മീൻസ് അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ഒരാളില് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മസിൽസ് ഉണ്ടാവും, ഫാറ്റ് പൊതുവെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ BMI 25 or 30 ഒക്കെ ആവാം. വളരെ പ്രശസ്തനായ ഒരു ആക്ടർ, അദ്ദേഹം വേൾഡ് ലെവലില്, ഇന്റർനാഷണൽ ലെവലിൽ തന്നെ അദ്ദേഹം ബോഡി ബിൽഡർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ BMI 30, അർണോൾഡ് ഷ്വാസ്നിഗർ. സോ ആ ഒരു ലെവലിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് BMI നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഹെൽത്തി ആണോ അല്ലയോ എന്ന് പറയാൻ ബുദ്ധിമുട്ടും. അതിന് പകരം നമ്മൾ ബോഡി കമ്പോസിഷൻ നോക്കുന്നതാണ് വളരെ ഗുണകരമാവുക. സോ ഈ ബോഡി കമ്പോസിഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് പല കാര്യത്തിലും ബെനിഫിറ്റ് ആവുന്നുണ്ട്. ബേസിക്കലി വെയിറ്റ് ലോസ് തന്നെ. അപ്പൊ ശരിയായ രീതിയിൽ വെയിറ്റ് ലോസ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ചില ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഹെൽത്തി ആയിരിക്കാൻ എന്ത് തരത്തിലുള്ള ഡയറ്റ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്രിപ്പറേഷൻ, ന്യൂട്രീഷൻ മാത്രമല്ല ഒരു ഡയറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അത് കൊണ്ടുപോകണം എന്നൊക്കെ മനസ്സിലാവാൻ ഈ ബോഡി കമ്പോസിഷൻ ആണ് കൂടുതലായിട്ട് സഹായിക്കുക. ഒപ്പം തന്നെ ശരീരത്തിന്റെ ഫിറ്റ്നസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? സോ ഇതില് ഈ ഒരു വകഭേദം എന്തുകൊണ്ടാണ് കൂടുതലായിട്ടും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. 1 കിലോ ഫാറ്റ്, 1 കിലോ എന്നൊന്നും കൂട്ടണ്ട, ഒരു പെർട്ടിക്കുലർ വെയിറ്റിലുള്ള കൊഴുപ്പ്, അതുപോലെ തന്നെ അതേ പെർട്ടിക്കുലർ വെയിറ്റിലുള്ള മസിൽ. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ മസിലിന്റെ അളവ് കുറവും, അല്ലെങ്കിൽ മസിലിന്റെ ആ ഒരു സൈസ് നോക്കുമ്പോൾ കുറവും, കൊഴുപ്പിന്റെ അളവ് കൂടുതലായിരിക്കും. രണ്ടിനും വെയിറ്റ് ഒന്ന് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ പഞ്ഞിയും ഇരുമ്പും പോലെ നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരേ വെയിറ്റിലുള്ള ആള് ഒരുപക്ഷെ വളരെ ഫാറ്റി ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാം, നമ്മുടെ മുന്നിൽ വളരെ തടി കൂടിയ ഒരാളായിട്ട്
ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. അതുപോലെ തന്നെ അതേ വെയിറ്റിലുള്ള മറ്റൊരാള് വളരെ മസ്കുലൈൻ ബോഡി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ വർക്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ വരുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഈ ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം ഉണ്ടാവും. ഈ ഊർജ്ജം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇപ്പൊ സംസാരിക്കുന്ന രീതി മാത്രമല്ല, ഞാനിപ്പോ അനങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ പോലും എന്റെ ഹേർട്ട് ബീറ്റ് ഉണ്ട്, എന്റെ ലിവർ ഫംഗ്ഷനിങ്, കിഡ്നി ഫംഗ്ഷനിങ്, അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ, ശ്വാസം കഴിക്കാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാം ഇൻക്ലൂഡിങ് ബോഡി ടെമ്പറേച്ചർ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ കാലോറി ആവശ്യമുണ്ട്. ഈ കാലോറിയെ പൊതുവെ പറയുന്നത് BMR എന്നാണ്, ബേസൽ മെറ്റബോളിക് റേറ്റ്. ഇതും റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് കൊണ്ട് ആക്ച്വലി എത്രയാണ് കൺസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഇത് രണ്ടും തമ്മിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 10% ഒക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്ന് കൂട്ടിക്കോളും. ഈ ബേസൽ മെറ്റബോളിക് റേറ്റിന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് ആവശ്യമുള്ളത് 70% എനർജിയാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കലോറിയുടെ 70%. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് അപ്രോക്സിമേറ്റ്ലി, അതിപ്പോ നമ്മൾ രണ്ട് തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയെ പൊതുവെ പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ഇൻവോൾവ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി നീറ്റ് എന്ന് പറയും, ഈറ്റ് എന്ന് പറയും, എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസ്. അതുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ ജനറേറ്റ് ആവും, അല്ലെങ്കിൽ ബോഡിയിലത്തെ ഊർജ്ജം യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് ഒന്നാമത്തത്. എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസ് എന്ന് പറയുന്ന ഒരു ഈറ്റ് പ്രോസസ്സും ഉണ്ട്. അതുപോലെ തന്നെ നീറ്റ് ഉണ്ട്, നോൺ എക്സസൈസ് ആക്ടിവിറ്റി. നമ്മളങ്ങനെ ഒരു പ്ലാന്റ് മൂവ്മെന്റ് ഒന്നും അല്ല, പക്ഷെ നമുക്ക് നോർമലി നമ്മുടെ ഡെയിലി ഒരു പക്ഷെ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോ സംസാരിക്കുക, ഇതൊക്കെ ഒരു ആക്ടിവിറ്റിയിൽ പെടുന്നതാണ്. കൈ അനക്കുക, നോർമൽ നമ്മുടെ മൂവ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു ഊർജം. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് കൂടാതെ ഒന്നാണ് ഫുഡ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലേ, ഈ ഭക്ഷണത്തിന്റെ ഊർജം ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ അതിന് ദഹനം നടക്കണം, ആഗിരണം നടക്കണം. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു രീതിക്ക് നമ്മുടെ മീൻസ് ഭക്ഷണത്തിന്റെ ദഹനം, ആഗിരണം ഇത് നടക്കുന്നതിന് പറയുന്നത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെർമോജെനിസിസ് ആണ്. അതിൽ ഏറ്റവും കുറവ് മാത്രം ഊർജം ആവശ്യമുള്ള ദഹനം കൊഴുപ്പിൻ്റെതാണ്. പിന്നീട് ഓൾമോസ്റ്റ് 3% മാത്രമേ വരുന്നുള്ളൂ. പിന്നീട് വരുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആണ്. അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരുന്നത് പ്രോട്ടീൻ മെറ്റബോളിസത്തിനാണ്. പ്രോട്ടീനിന് വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ്ലി 20 മുതൽ 30% വരെ നമ്മുടെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഊർജത്തിന്റെ യൂസേജ് വരുന്നുണ്ട്. സോ നമ്മൾ പ്രോട്ടീൻ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവും? നമ്മുടെ ബോഡിയുടെ കലോറി കൺസംഷൻ കൂടുതലാവും പറ്റും. ശരീരത്തിൽ പൊതുവെ ഊർജം സ്റ്റോർ ചെയ്യുന്ന ഒരേ ഒരു രീതി കൊഴുപ്പിന്റെ രൂപത്തിലാണ്. സോ അങ്ങനെ കൊഴുപ്പ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാം? ഒന്ന് ബേസൽ മെറ്റബോളിസത്തിനെ, BMR ഒന്ന് കൂട്ടാം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി കമ്പോസിഷനെ ഒന്ന് നേരെയാക്കാം. അങ്ങനെ ഓക്കെ, ഇതിനു വേണ്ടി ഇതിന്റെ പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് റെഗുലർ എക്സസൈസ് ചെയ്യാം. ഈ റെഗുലർ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ മസിൽസ് ഉണ്ടാവും. ഓക്കെ, ഫാറ്റ് മസിലിലേക്ക് കൺവേർട്ട് ചെയ്യല്ല ചെയ്യുന്നത്, നമ്മുടെ ടോട്ടൽ ശരീരഭാരത്തിന്റെ ഫാറ്റ് പെർസെൻറ്റേജ് മാറിയിട്ട് മസിൽ പെർസെൻറ്റേജ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫാറ്റ് മസിൽ ആവല്ല, ഇതിൽ ആ കൊടുത്തതിൽ നിന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതുപോലെ തന്നെ മസിൽസ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബേസൽ മെറ്റബോളിസം കൂടുന്നുണ്ടാവും. അത് നമ്മുടെ കൂടുതൽ കാലോറീസ് ഉപയോഗിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫാറ്റ് പിന്നീട് സ്റ്റോറേജ് ആവുന്നില്ല. ഇത് നാച്ചുറലി നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ബാലൻസും ബോഡി കമ്പോസിഷനും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, സോ ഫാറ്റ് ശരീരത്തിൽ എന്തിനാണ്? അതിലെ ഒന്ന് പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് എനർജി എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ കോശങ്ങളുടെയും ടിഷ്യൂസിന്റെയും ഒക്കെ അതിന്റെ സെൽ വാൾ അല്ലെങ്കിൽ അതിന്റെ കോശഭിത്തിയില് കോശസ്തരത്തിനൊക്കെ അത് ആവശ്യമുണ്ട്. വിറ്റമിൻസിന്റെയും മിനറൽസിന്റെയും അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ഇത് കൂടാതെ തന്നെ പലതരത്തിലുള്ള കോമ്പിനേഷൻസ്, ഫോസ്ഫോലിപ്പിഡ് അല്ലെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈവൻ ഹോർമോണുകളിൽ ഒക്കെ പലതരത്തിലുള്ള കോമ്പിനേഷൻ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ സെക്രീഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ഫാറ്റും ആയിട്ട് നമ്മുടെ ശരീരത്തിനുള്ള കണക്ഷൻ. അത് എങ്ങനെയാണ് ശരീരം യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം അതിനെ അതിൻ്റെതായിട്ടുള്ള കൊളസ്ട്രോൾ ആക്കി മാറ്റും, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റും. അതിനെ രക്തത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ പല സ്ഥലങ്ങളിലേക്കും എത്തിക്കുകയാണ് ചെയ്യുക. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം കൊളസ്ട്രോൾ ആണ്, അല്ലെ? ചില വെജിറ്റേറിയൻ സോഴ്സിന്റെ മുകളിൽ പോലും എഴുതിയിട്ടുണ്ട് 0 കൊളസ്ട്രോൾ. തെറ്റാണത്. വെജിറ്റേറിയൻ സോഴ്സിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല. എന്നാൽ നോൺ വെജിറ്റേറിയൻ സോഴ്സിലൊക്കെയാണ് കൊളസ്ട്രോൾ ഉണ്ടാവുന്നത്. ഈ കൊളസ്ട്രോളിനെ നമ്മുടെ ബോഡിക്ക്, ഹ്യൂമൻ ബോഡിക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അതാരാ ചെയ്യുന്നത്? നമ്മുടെ കരളാണ്. ഈ കരൾ നമ്മുടെ കൊളസ്ട്രോളിനെ വേണ്ടത്ര അളവിൽ ഉണ്ടാക്കിയിട്ട് അതിന് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കും. അതുപോലെ തന്നെ
നമ്മുടെ ലിവറിൽ ഉണ്ടാക്കുന്ന മറ്റൊരു സാധനമാണ് ട്രൈഗ്ലിസറൈഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ട്രൈഗ്ലിസറൈഡ് ഉണ്ടാവാം, അതുപോലെ തന്നെ ശരീരവും ഉണ്ടാക്കും. ഇതും നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ബ്ലഡിലൂടെയാണ് പോവുക. ഇതിൽ പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഊർജത്തിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ എത്തുക എന്നതാണ്. നമുക്ക് എവിടെയൊക്കെ ഊർജ്ജം വേണ്ടി വരുമോ അവിടെ അതിനെ ഊർജ്ജത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ്. ട്രൈഗ്ലിസറൈഡ് ജസ്റ്റ് നമ്മുടെ ഫാറ്റിൽ നിന്ന് മാത്രമല്ല ഉണ്ടാവുന്നത്. അത് ഈവൻ നമ്മൾ കഴിക്കുന്ന ഷുഗർ അല്ലെങ്കിൽ അരി, കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്ന് പോലും നമ്മുടെ കരളിന് കൺവേർട്ട് ചെയ്തിട്ട് ഊർജ്ജത്തിലേക്കോ അല്ലെങ്കിൽ സ്റ്റോറേജ് ഫോമിലേക്കോ മാറ്റാൻ പറ്റും. ഓക്കെ, പിന്നെയുള്ള വേറൊരു സാധനമാണ് ലിപ്പോപ്രോട്ടീൻ. ഈ ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് ലിപ്പിഡും പ്രോട്ടീനും കമ്പൈൻ ചെയ്തതാണ്. ലിപ്പിഡും പ്രോട്ടീനും കമ്പൈൻ ചെയ്യുന്നത് എന്തിനാ? ഇതിനെ കാരിയറായി കൊണ്ടുപോയിട്ട് പല സ്ഥലങ്ങളിൽ എത്തിക്കാൻ, കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആവുക, ലിപ്പോപ്രോട്ടീനിലേക്ക് എത്തിക്കുക, എന്നിട്ട് ഈ ലിപ്പോപ്രോട്ടീൻ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഡിപ്പോസ് ടിഷ്യൂന്റെ ഫംഗ്ഷൻ? പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സ്റ്റോറേജ്, നമ്മുടെ ഊർജ്ജം സ്റ്റോർ ചെയ്ത് വയ്ക്കുക. സിസ്റ്റം, നമ്മുടെ ഹോർമോൺ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന് നല്ല ഫംഗ്ഷൻസ് ഉണ്ട്. ചില ഹോർമോൺസ് ഇതുവരെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, ചില ഹോർമോൺസ് ഉണ്ടാക്കാനുള്ള ഉത്തേജനം കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ലെപ്റ്റിൻ. നമ്മൾ സയൻസ് ഓഫ് ഹങ്കർ എന്ന് പറഞ്ഞൊരു പോർഷൻ എടുത്തപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ സംതൃപ്തിയുടെ ഹോർമോൺ ആയിട്ടാണ് ലെപ്റ്റിനെ പറയുന്നത്. ശരീരത്തിന് വേണ്ടത്ര അളവിൽ ഊർജ്ജം കിട്ടിക്കഴിഞ്ഞു, ഇനി ഭക്ഷണം കഴിക്കേണ്ട എന്ന് തോന്നുന്ന സംതൃപ്തി ഉണ്ടാക്കുന്നത് ലെപ്റ്റിനാണ്. അഡിപ്സിൻ എന്ന് പറയുന്ന ഹോർമോൺ, അതുപോലെ തന്നെ ആഡിപ്പോനെക്റ്റിൻ, ഇങ്ങനെ ഓമൻറ്റൈൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റു ഹോർമോണുകൾക്കും ശരീരത്തിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അഡിപ്സിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ സെക്രീഷനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആഡിപ്പോനെക്റ്റിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം, ഫാറ്റി ആസിഡ്സിന്റെ മെറ്റബോളിസത്തിന്, ഉപാപചയത്തിന്, ദഹനത്തിനെയൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ ഒമൻറ്റൈൻ എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലുകളുടെ ഡയലേഷന് വേണ്ടിയിട്ടും, മീൻസ് അതിന്റെ BP കൂടാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ചില ഗുളികകളൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. സോ ഈ ഒമൻറ്റൈൻ എന്ന് പറയുന്ന ഹോർമോണിന് തന്നെ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, വാസോ ഡയലേഷൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, ഇൻസുലിൻ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ശരീരത്തിന് ഇത് വർക്ക് ചെയ്യണമെന്നില്ല. ഇൻസുലിൻ ശരിയായ രീതിയിൽ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റണം. അതാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ആ സെൻസിറ്റിവിറ്റിക്കും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള ചില ഹോർമോണുകളുടെ വർക്കിന് വേണ്ടിയിട്ട് ആഡിപ്പോസ് ടിഷ്യൂ ആവശ്യമാണ്. തെർമോജെനിസിസിന് വേണ്ടിയിട്ട്, ചൂട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ മെറ്റബോളിക് ഫംഗ്ഷൻസും നടക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കൊഴുപ്പ് ശരീരത്തിൽ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള കോശങ്ങളായിട്ടാണ് കാണുന്നത്. 3 നിറങ്ങളിലുള്ള എന്ന് പറയാം. അതിലൊന്ന് ബ്രൗൺ ഫാറ്റ് ആണ്, രണ്ടാമത്തത് ബീജ് അല്ലെങ്കിൽ ഒരു തവിട്ട് നിറമുള്ളത്, അല്ലെങ്കിൽ മൂന്നാമത്തത് വൈറ്റ് ഫാറ്റ്. ഇതില് ബ്രൗൺ ഫാറ്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിനകത്ത് ഊർജം ഉപയോഗിച്ച് വർക്ക് നടക്കുക. ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ടാവും. കൂടുതൽ ചെറിയ ചെറിയ ഗ്രാന്യൂൾസ്, ഇതാണ് കൊഴുപ്പ്. കൂടുതൽ ചെറിയ ചെറിയ ഗ്രാന്യൂൾസ് ഉണ്ട്. ഈ ഗ്രാന്യൂൾസ്, അതുപോലെ തന്നെ ഇത് മൈറ്റോകോൺട്രിയ ആണ്, ന്യൂക്ലിയസ്, ഇങ്ങനെയൊക്കെയാണുള്ളത്. അപ്പൊ ഈ കൊഴുപ്പിന്റെ ഗ്രാന്യൂൾസിനെ കൊണ്ട് കൂടുതൽ ചൂടുണ്ടാക്കിക്കുക എന്ന് പറയുന്നതാണ്. ചില ആൾക്കാര് ഇതിനെ പ്രാക്ടിക്കലി ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാം. ചില ആൾക്കാര് പറയാറില്ലേ, എനിക്ക് എപ്പോഴും ശരീരത്തിന് ഒരു ചൂടാ. ഈ ചൂട് കൂടാനുള്ള ഒരു റീസൺ ഈ ഫാറ്റ് സെല്ല് ബ്രൗൺ നിറത്തിലുള്ളത് കൂടുതലായിരിക്കാം. ബ്രൗൺ ഫാറ്റ് സെല്ലിന് മറ്റു പല ഫംഗ്ഷൻസും ഉണ്ട്. ഇത് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ബ്രൗൺ ഫാറ്റ് സെല്ലാണ് കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. ബീജ് ഫാറ്റ് എന്ന് പറയുന്നത് എപ്പോഴും വേണമെങ്കിലും ബ്രൗണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ റെഡി ആയിരിക്കുന്നതാണ്. ഇത് മൂന്നും നമ്മുടെ തൊലിക്കകത്തൊക്കെ ഉണ്ടാവും. വൈറ്റ് ഫാറ്റ് സെൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ കൊഴുപ്പ് കാണാൻ പറ്റും, അല്ലെ? ഈ വൈറ്റ് ഫാറ്റ് സെല്ലാണ് കൂടുതലായിട്ട് വിസറൽ ഫാറ്റിൽ ഉണ്ടാവുക. ഇതിനകത്ത് മൈറ്റോകോൺട്രിയയുടെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ബേസ് ആയിട്ടുള്ള തെർമോജെനിസിസ് വളരെ കുറവായിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഊർജം ഉപയോഗിച്ചിട്ട് ചൂടുണ്ടാക്കുന്നത് കുറവായിരിക്കും. ഇത് കൂടാതെ 2 ആഡിപ്പോസൈറ്റ് കൂടിയുണ്ട് ആഡിപ്പോസ് ടിഷ്യൂല്. ഒന്ന് ബോൺ മാരോ ആഡിപ്പോസൈറ്റ് എന്ന് പറയും. ഈ ബോൺ മാരോ ആഡിപ്പോസൈറ്റിന്റെ അളവും അത് പുറത്തുവിടുന്ന കൊഴുപ്പിന്റെ അളവും ഒക്കെ നമുക്ക് കൂടുതൽ ആവശ്യം വരുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ എല്ലുകൾക്ക് അകത്ത് നിന്നുള്ള ബോൺ മാരോ എന്ന് എന്താ വരുന്നത് പുറത്തേക്ക്? നമ്മുടെ രക്തകോശങ്ങൾ വരുന്നത്, അല്ലെ? ഈ രക്തകോശങ്ങളുടെ ക്വാളിറ്റി, ബ്ലഡ് സെല്ലിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരുപക്ഷെ ഈ ബോൺ മാരോ ആഡിപ്പോസൈറ്റ്സ് ആണ്. പിങ്ക് ആഡിപ്പോസൈറ്റ് പൊതുവെ നമ്മളിലല്ല, ഹ്യൂമനിലല്ല ഉള്ളത്, അത് എലികളിലാണ്. പ്രത്യേകിച്ചും ഈ പിങ്ക് ആഡിപ്പോസൈറ്റ്സ് ആവശ്യം വരുന്നത് അവരുടെ മുലയൂട്ടുന്ന
ഈ പെണ്ണെലികളില് അവരുടെ മുലപ്പാലിന്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അതിലെ കൊഴുപ്പിന്റെ പെർസെന്റേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഈ പിങ്ക് ആഡിപ്പോസൈറ്റിന്റെ ഉപയോഗം. സോ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാനുള്ള മൂന്ന് കൊഴുപ്പിന്റെ നിറങ്ങൾ എന്ന് പറയുന്നത് ബ്രൗൺ, ബീജ്, വൈറ്റ്. വെള്ള, തവിട്ട്, ബ്രൗൺ. ഓക്കെ, ഈ മൂന്നെണ്ണമാണ്. സോ ബ്രൗൺ ഫാറ്റ് സെല്ല് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സൈസ് ചെറുതായിരിക്കും വൈറ്റ് ഫാറ്റ് സെല്ലിനെക്കാളും. സോ ഇതിനകത്ത് ഈ കോശങ്ങൾക്കകത്ത് ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ ഫാറ്റിന്റെ സ്റ്റോറേജ് വലുതായി വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് സ്റ്റോറേജ് നടക്കും, നമ്മുടെ വെയിറ്റ് കൂടും, അതുപോലെ തന്നെ നമ്മളെ കാണാൻ ബൾക്കി ആയിട്ടുണ്ടാവും. പൊതുവെ ഫാറ്റ് സ്റ്റോറേജ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ഒന്നുകിൽ മസിൽ, അതുപോലെ തന്നെ നമ്മുടെ ലിവറിലുമാണ്. ശരിക്കും ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാറ്റ് സ്റ്റോറേജ് എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെയാണ് കൂടുതൽ ഉപയോഗം വരുന്നത്. ഈ ഫാറ്റ്, പ്രത്യേകിച്ച് കരളിനകത്തുള്ള ഫാറ്റ്, അത് സ്റ്റോർ ചെയ്യും, അതിന്റെ തിക്നെസ് കൂടും, അതുപോലെ തന്നെ അതിനെ പെട്ടെന്നൊന്നും നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിഫ് ആവും, അല്ലെങ്കിൽ അത് ഹാർഡാവും ലിവർ കോശങ്ങൾ. ഈ പ്രശ്നം നമ്മുടെ ശരീരത്തിന്റെ മറ്റ് പ്രശ്നങ്ങളിലേക്ക്, അഥവാ പ്രത്യേകിച്ചും ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാറ്റി ലിവർ, അതുപോലെ തന്നെ മറ്റ് കൂടിയ രീതിയിലുള്ള രോഗങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നുണ്ടാവും. ഓക്കെ, സോ എസെൻഷ്യൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിന് 3 തരത്തിലുള്ള കളർ പറഞ്ഞു അല്ലെ. ഇതുപോലെ തന്നെ 3 തരത്തിലുള്ള ഫാറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒന്ന് എസെൻഷ്യൽ ഫാറ്റ്, രണ്ടാമത്തത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, മൂന്നാമത്തത് വിസറൽ ഫാറ്റ് എന്നാണ്. എസെൻഷ്യൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ട് ഉപയോഗം വരുന്ന ഫാറ്റ്. ഇത് എന്താണ്? നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റും. എല്ലാ കോശങ്ങളുടെയും ശരിയായ പ്രവർത്തനം നടക്കുന്നത് എസെൻഷ്യൽ ഫാറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ നെർവ്സ് അല്ലെ, അതിനകത്തൂടെ ഓരോ നെർവ് ഇമ്പൾസസും പോകണമെങ്കിൽ, നാഡികളുടെ വ്യവസ്ഥ ശരിയായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ഇത് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ചില അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് വളരെ കൂടുതൽ ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മുടെ എസെൻഷ്യൽ ഫാറ്റിന്റെ ഫങ്ഷൻസിൽ പെടും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഉണ്ട്. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊലിയുടെ തൊട്ട് താഴെ കിടക്കുന്ന ഫാറ്റിനെയാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുക. ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് നമ്മുടെ ഇവിടെ കാണിച്ചിരിക്കുന്നില്ലേ, ഇവിടെ മാത്രമല്ല കേട്ടോ, ഈ വയറിന്റെ ഭാഗത്ത് മാത്രമല്ല, നമ്മുടെ തൊലിയുടെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ തൊലിക്ക് അകത്ത് നിന്നുള്ള കോശങ്ങൾ, ബ്ലഡ് വെസൽ, ഇതിനൊക്കെ തൊലിയായിട്ട് സംരക്ഷിച്ച് നിർത്തുക. ഈവൻ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അടി കിട്ടുക, വീണ് പോവുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിന് അധികം ചതവൊന്നും വരാതെ സൂക്ഷിക്കുന്നതൊക്കെ ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റാ. ഊർജം ഉണ്ടാക്കുന്നത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റാ. ഈവൻ നമ്മുടെ എല്ലുകളും അതുപോലെ തന്നെ മസിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ തൊലിയെ ബന്ധിപ്പിച്ച് നിർത്തുകയും അതിന് സംവേദനക്ഷമത കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റാ. ഓക്കെ, തൊലിക്ക് നേരെ താഴെയുള്ള ഫാറ്റ് എന്നാണ് ഇതിന്റെ അർത്ഥം. അത്രയും മനസ്സിലാക്കാം. ഓക്കെ, മൂന്നാമത് ഒരു ഫാറ്റ് കൂടിയുണ്ട്, അതിന്റെ പേരാണ് വിസറൽ ഫാറ്റ്. ഈ വിസറൽ ഫാറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓർഗൻസിനെയും ചുറ്റിപ്പറ്റിയിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ പ്രധാനപ്പെട്ട ഓർഗൻസ് ഒക്കെ എവിടെയുള്ള, എല്ലാം ഈ ഇവിടുന്ന് വയറിന്റെ അവിടുന്ന് തുടങ്ങിയിട്ട് ഈ കഴുത്ത് വരെയുള്ള ഭാഗങ്ങളില അല്ലെ. ഈ അവയവങ്ങളെയൊക്കെ സംരക്ഷിച്ച് നിർത്തുകയും അതിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഒരു പക്ഷേ ഈ വിസറൽ ഫാറ്റ് ആണ്. കാരണം നമ്മൾ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറിന്റെ ഭാഗത്തു നിന്നൊക്കെ ശരിക്കും അങ്ങ് ഒരു ചാട്ടം ഉണ്ടാവില്ലേ. ഈ ചാട്ടം ഉണ്ടായിട്ടും കരളിനെയും അല്ലെങ്കിൽ എല്ലാ അവയവങ്ങളെയും ആ ജെർക്കിൽ നിന്ന് രക്ഷിക്കുന്നത് ഈ വിസറൽ ഫാറ്റ് ആണ്. സോ വിസറൽ ഫാറ്റ് അത്യാവശ്യമാണ്. അതിനെ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ ഒന്ന് സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ധർമ്മം. ഇതിനകത്ത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റിനകത്ത് നമുക്ക് 3 തരത്തിലുള്ള തെർമോജെനിസിസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബ്രൗൺ ഫാറ്റും കാണും അവിടെ, തവിട്ട് നിറത്തിലുള്ളതും വൈറ്റ് നിറത്തിലുള്ളതും കാണും. ഓക്കെ, അതേ സമയത്ത് ഇവിടെ ഈ വിസറൽ ഫാറ്റിൽ കൂടുതലും ഉള്ളത് എന്ത് തരത്തിലുള്ള ഫാറ്റാണ്? വൈറ്റ് ആണ്. ഈ വൈറ്റ് ഫാറ്റിൽ മൈറ്റോകോൺട്രിയയുടെ അളവ് കുറവാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതിനെ സ്വന്തമായിട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കുറവാണ്. ഇങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ വിസറൽ ഫാറ്റ് ഉള്ള ഒരാളില് അതിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഊർജം ഉണ്ടാക്കാനുള്ള ക്ഷമത കുറയും. ഓട്ടോമാറ്റിക്കലി വയറ് പിന്നെ ചാടി വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ആരോഗ്യകരമായ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ കഴിക്കുന്നതിന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, നമ്മൾ ശരീരത്തിൽ ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ബ്രൗൺ ഫാറ്റ് അല്ലെങ്കിൽ വൈറ്റ് ഫാറ്റിനെ മാറ്റിയിട്ട് കൂടുതൽ ബ്രൗൺ ഫാറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ വയറിന്റെ ഭാഗത്തുള്ള ഫാറ്റിന്റെ അളവ് കുറക്കുക എന്നുള്ളത്. ഇത് രണ്ടും നമ്മളെ എങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ്
പ്രധാനപ്പെട്ട പോയിന്റ് അല്ലെ. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് ഡയറ്റാണ്. എന്താണ് ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? സമീകൃത ആഹാരം എന്ന് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം സൂചിപ്പിച്ചു. ഒരു ബാലൻസിലുള്ള കാർബോഹൈഡ്രേറ്റ് ആവശ്യമുണ്ട്, പ്രോട്ടീൻ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആവശ്യമുണ്ട്, കൊഴുപ്പും ഒക്കെ കൂടിയിട്ടുള്ള ഭക്ഷണം തന്നെ വേണം. എന്നാൽ ഇതിൽ പ്രോട്ടീന്റെ അളവ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിൽ അറൌണ്ട് 40-50% അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 30-35% പ്രോട്ടീനും 10-15% ആണ് ഫാറ്റിൽ നിന്നും വരേണ്ടത്. കലോറി, ഊർജം, കലോറി അല്ലേ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ സ്റ്റോർ ചെയ്യുന്നതിനെ നമ്മൾ ഒന്ന് ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. ഇതേ ബാലൻസിൽ തന്നെ നമുക്ക് ഇപ്പൊ വയറ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ലോ കാർബ് ഡയറ്റ് ആയിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക. ലോ കാർബ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഓൾമോസ്റ്റ് ഒരു 20-30% എത്തിച്ചിട്ടോ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അത് ഇൻഡിവിജ്വൽ ഓരോരുത്തർക്കും അനുസരിച്ചിട്ടുള്ള ഡയറ്റ് പാറ്റേൺ സെപ്പറേറ്റ് ആണ്. സോ അങ്ങനെ ഒരു കോമൺ കാര്യമല്ല ഞാനിപ്പോ പറഞ്ഞത്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 30 മുതൽ 40% വരെ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് മാറ്റണം എന്നുള്ളത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ബട്ട് അവിടെ നമുക്ക് കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം. അതുകൂടാതെ പ്രോബയോട്ടിക്കിന്റെ യൂസേജ് പല ആൾക്കാരിലും ഗുണം ചെയ്യാറുണ്ട്. സോ അതിലും വേണമെങ്കിൽ നമുക്ക് കൂടുതൽ റിസർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഫൈബർ യൂസേജ് വളരെ നല്ലതാണ്. ഫൈബർ സോലുബിൾ ഫൈബർ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് സംതൃപ്തി ഉണ്ടാവും. അതുപോലെ തന്നെ കൂടുതൽ ഓവർ ഈറ്റിംഗ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ആ ഓവർ ഈറ്റിംഗ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ്, കലോറി കൺസംഷൻ കുറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ചില ആൾക്കാരൊക്കെ പല ഡയറ്റ് മെത്തേഡുകളും ചൂസ് ചെയ്യാറുണ്ട്, കീറ്റോ ഡയറ്റും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗും ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ വയറ് ചാടുന്നതിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്രൗൺ ഫാറ്റിന്റെ അളവ് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക, പ്രോട്ടീൻ കൂടുതൽ കഴിക്കുക, നല്ല പ്രോട്ടീൻ, പ്രത്യേകിച്ചും സസ്യജന്യമായിട്ടുള്ള പ്രോട്ടീൻ ആണെങ്കിൽ അവിടെ നമുക്ക് ഫാറ്റ് കൺട്രോൾ കൂടി ചെയ്യാൻ പറ്റും. പ്യുവറായിട്ട് നമുക്ക് നോൺ വെജ് സോഴ്സ് ഒന്നും അല്ലാതെയുള്ള പ്രോട്ടീൻ കിട്ടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പ്ലാൻ സോഴ്സ് എന്നുള്ള പ്രോട്ടീൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെനിഫിഷ്യൽ. അതുപോലെ തന്നെ ചില സാധനങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഒഴിവാക്കാനും പറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രോസസ്ഡ് ഫുഡാണ്. പാക്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഷുഗർ ഒഴിവാക്കുക. ഷുഗറിന് പല വകഭേദങ്ങളുണ്ട്. പാക്ക് ഫുഡ് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ട്രാൻസ് ഫാറ്റിന്റെ അളവ് കുറക്കുക. ട്രാൻസ് ഫാറ്റ് ഓൾറെഡി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല നിയമ നടപടികളും ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. ബട്ട് അതിന്റെ കൂടെ തന്നെ നമ്മളായിട്ടും വീട്ടിൽ ട്രാൻസ് ഫാറ്റ് ഉണ്ടാക്കുന്നത്. ട്രാൻസ് ഫാറ്റ് എന്ന് എന്താ, ഹൈഡ്രോജനേഷൻ നടക്കുന്നതുകൊണ്ടൊക്കെയാണ് ഈ ട്രാൻസ് ഫാറ്റ് രൂപത്തിലേക്ക് എത്തുന്നത്. മീൻസ് നമ്മൾ അതിനെ ചൂടാക്കുക, വെള്ളത്തിലിട്ട് ചൂടാക്കുക. ചില കുക്കറി ഷോകളിലൊക്കെ കാണുന്നത് വളരെ മോശം രീതിയിലുള്ള കുക്കിംഗ് ആണ്, യൂട്യൂബിലൊക്കെ ആണെങ്കിലും. അപ്പൊ അതില് വെള്ളം, നെയ്യ് ഒഴിച്ചിട്ട് വെള്ളത്തിന്റെ കൂടെ അതിനെ മിക്സ് ചെയ്തിട്ടൊക്കെ ചൂടാക്കുന്നുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യില്ല, ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ട്രാൻസ് ഫാറ്റ് രൂപത്തിൽ നമ്മൾ തന്നെ അതിനെ വീട്ടിലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കുക്കിംഗ് മെത്തേഡിലേക്ക് പോകാതിരിക്കുക. അതുപോലെ തന്നെ സ്ട്രെസ് കുറക്കുക. ഭക്ഷണത്തിൽ മാത്രമല്ല, നമ്മൾ കുറക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. സ്ട്രെസ് കുറയുമ്പോൾ എന്താണ്, നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, സ്ട്രെസ് കൂടുന്ന സമയത്ത് എന്തുണ്ടാവും, ശരീരം പ്രിപ്പയർഡ് ആയിരിക്കും കൂടുതൽ എനർജി ഉപയോഗിക്കാൻ. അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാവും, കൂടുതൽ ഷുഗർ നമുക്ക് വേണ്ടിവരും. കുറച്ചു നേരത്തേക്കുള്ള സ്ട്രെസ് ആണെങ്കിൽ നമുക്കതിനെ ആ ഒരു ബാലൻസ് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ് ആണെങ്കിൽ നമുക്ക് ക്രേവിംഗ് വരും, നമുക്ക് കൂടുതൽ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നും, അത് ശരീരത്തിന് മോശം രീതിയിൽ എഫക്ട് ചെയ്യും. സോ അങ്ങനെ ഒരു പാറ്റേണിലേക്ക് നമ്മൾ പോവാതിരിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. വ്യായാമം നമുക്ക് വളരെ കൂടുതൽ ഗുണകരമാണ്. സ്ട്രെസ് കുറക്കാൻ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു പല വ്യായാമ രീതികളും നമ്മുടെ മസിൽസിന്റെ അളവ് കൂട്ടും. മസിൽസിന്റെ അളവ് കൂട്ടുമ്പോൾ നാച്ചുറലി നമ്മുടെ ബ്രൗൺ ഫാറ്റിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനർജി യൂസേജ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഐറിസിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണിന്റെ ഉൽപാദനം, അതിന്റെ യൂസേജും കൂടുകയാണ് ചെയ്യുന്നത്. ഈ ഐറിസിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ നമ്മുടെ ബീജ് അല്ലെങ്കിൽ തവിട്ട് നിറത്തിലുള്ള കൊഴുപ്പിനെ ബ്രൗൺ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനം. സോ അങ്ങനെയും വ്യായാമം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല ഉറക്കമാണ്. ശരിയായ രീതിയിൽ ഉറങ്ങാത്ത ആൾക്കാരിലാണ് ഈ വയറ് ചാടുന്ന പ്രശ്നവും കൂടുതലായിട്ട് ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് നമ്മളെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ ഈവൻ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉറക്കത്തിന് വളരെ വലിയ ഒരു ഫാക്ടറാണ് നമ്മുടെ വയറും അല്ലെങ്കിൽ വിസറൽ ഫാറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതില് മറ്റൊരു ബ്രൗൺ ഫാറ്റിന്റെ അളവ് കൂട്ടാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോളാണ്. നമ്മുടെ ശരീരം കൂടുതൽ തണുത്ത അവസ്ഥയിൽ ഉണ്ടാവുമ്പോൾ അത് കൂടുതൽ ബ്രൗൺ ഫാറ്റ് ഉണ്ടാക്കിയിട്ട് ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. അപ്പൊ ഈവൻ നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോഴും അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറൊക്കെ AC ഓൺ ആക്കിയിട്ട് ടെമ്പറേച്ചർ കുറച്ച് ഒരു 20 ഡിഗ്രിക്ക് താഴെയൊക്കെ കുറച്ചിട്ട് 1 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ബ്രൗൺ ഫാറ്റിന്റെ അളവ്
കൂട്ടാൻ സഹായിക്കും. എഗെയിൻ ഇതിലൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഇപ്പോഴുള്ള ആരോഗ്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കുളിക്കുക, തണുത്ത വെള്ളത്തിൽ കുളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതുകൂടി ശ്രദ്ധിക്കണം. ഈ ഒരു പാറ്റേൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിൽ, പ്രത്യേകിച്ചും ഫാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്രൗൺ ഫാറ്റ്, വിസറൽ ഫാറ്റ്, ഇങ്ങനെയുള്ള ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.